വധശ്രമക്കേസിൽ അറസ്റ്റിലായ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി കൗൺസിലർ സുഗതനെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കി. സുഗതനെ അറസ്റ്റ് ചെയ്യുന്നതിനിടെ ഉണ്ടായത് നാടകീയ സംഭവങ്ങളാണ്. അറസ്റ്റിനിടെ വട്ടിയൂർക്കാവ് എസ്.എച്ച്.ഒ ആകാശത്തേക്ക് വെടിയുതിർത്തു. സനിസ ചേരുന്ന വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സനിസ, കുറച്ചു മുൻപ് അവിടെ സംഘർഷ സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് നിലവിലത്തെ സാഹചര്യം? അഖില, ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്നും കൗൺസിലർ സുഗതന്റെ വൈദ്യപരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. വട്ടിയൂർക്കാവ് വെള്ളക്കടവ് ക്ഷേത്രോത്സവത്തിനിടെ CPM പ്രവർത്തകരെ മർദ്ദിച്ച വധശ്രമ കേസിലാണ് ഒന്നാം പ്രതിയായിട്ടുള്ള BJP കൗൺസിലർ, വാഴോട്ടുകോണം BJP കൗൺസിലർ കൂടിയായിട്ടുള്ള സുഗതന്റെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു കേസിൽ കുറേ കാലമായി ഇദ്ദേഹം ഒളിവിലായിരുന്നു. പലതവണ ഹൈക്കോടതി ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യാപേക്ഷ അടക്കം റദ്ദ് ചെയ്ത ഒരു സാഹചര്യത്തിൽ പലതവണ പോലീസ് വീട്ടിലടക്കം പോയി ഇദ്ദേഹത്തെ തേടിയെങ്കിലും ഇദ്ദേഹത്തിനായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒളിവിൽ താമസിക്കുകയായിരുന്നു. എന്നാൽ ആ സമയത്ത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ ആക്റ്റീവായിരുന്നു. ഈ CPM നേതാക്കൾ തന്നെ ഇതിൽ ആക്ഷേപം ഉന്നയിച്ച ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഇന്ന് വീട്ടിലെത്തി അദ്ദേഹത്തെ വീട് വളഞ്ഞ് അദ്ദേഹത്തെ പിടികൂടുകയായിരുന്നു. എന്നാൽ നാടകീയ സംഭവങ്ങളാണ് അദ്ദേഹത്തെ പിടികൂടുന്നതിനിടെ ഉണ്ടായിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ BJP അണികൾ വീടിന് ചുറ്റും നിരക്കുകയും വലിയ തരത്തിൽ പ്രതിഷേധമുണ്ടാവുകയും അവസാനം വട്ടിയൂർക്കാവ് SHOയ്ക്ക് ആകാശത്തേക്ക് വെടിയുതിർക്കേണ്ട ഒരു സാഹചര്യം അടക്കമുണ്ടായി. അത്തരത്തിൽ വളരെ നാടകീയ രംഗത്തോടെ ഉണ്ടായ ഒരു അറസ്റ്റ് ശേഷവും അണികൾ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന് മുന്നിലും പ്രതിഷേധവുമായി അണിനിരന്നിരുന്നു. ശേഷം അവിടെ നിന്ന് ഇവിടെ ജനറൽ ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്കായി സുഗതനെ കൊണ്ടുവരികയായിരുന്നു. ഇത്തരത്തിൽ ഹൈക്കോടതിയിൽ നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് പോലീസ് ഇദ്ദേഹത്തെ പിടികൂടിയത്. തിരുവനന്തപുരത്തെ വാഴോട്ടുകോണം കൗൺസിലറാണ്, BJP കൗൺസിലറാണ്. പോലീസിനെ സുഗതന്റെ അനുയായികൾ വളയുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് SHOയ്ക്ക് വെടിയുതിർക്കേണ്ടി വന്നത്. വധശ്രമ കേസിൽ ഏറെ നാളായി ഒളിവിൽ കഴിയുകയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന ഉത്തരവ് പലതവണ ഇദ്ദേഹം പാലിച്ചില്ല. ഒളിവിൽ കഴിയവെയാണ് സുഗതന്റെ ഈ അറസ്റ്റ്. അതീവ നാടകീയ രംഗത്തോടെയുള്ള അറസ്റ്റ്. ഇപ്പോൾ വൈദ്യപരിശോധന പുരോഗമിക്കുകയാണ്. ദൃശ്യങ്ങളിലൂടെ അതാണ് കാണുന്നത്. ഇത്തരത്തിൽ സുഗതന്റെ പക്കൽ നിന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. പോലീസ് തന്നെ മർദ്ദിച്ചുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തതെന്നടക്കമുള്ള ആരോപണം ഉയരുന്നുണ്ട്. അറസ്റ്റ് ന്യായീകരിക്കാനാവില്ല എന്ന തരത്തിൽ അണികളിൽ നിന്നും സുഗതന്റെ അനുയായികളിൽ നിന്നും അടക്കം പ്രതികരണം വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇപ്പോൾ വൈദ്യപരിശോധന പുരോഗമിക്കുകയാണ്. അഖില. ശരി, സനിസയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അതീവ സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനിടെയായിരുന്നു സുഗതന്റെ അറസ്റ്റ്. SHOയ്ക്ക് വെടിയുതിർക്കേണ്ടി വന്നു സുഗതനെ പിടികൂടുന്നതിനിടെ. അതിനെ തുടർന്ന് BJP അംഗങ്ങൾ ഈ പരിസരത്തെത്തി അറസ്റ്റ് ചെയ്യുന്നതിൽ ഒരു സമ്മർദ്ദമുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വട്ടിയൂർക്കാവ് SHOയ്ക്ക് ആകാശത്തേക്ക് വെടിയുതിർക്കേണ്ടി വന്നു. സുഗതന്റെ അനുയായികൾ പോലീസിനെ വളഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് സനിസ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.